നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാവും. കുട്ടനാട്ടിൽ ഞങ്ങളുമായി തന്നെ കൃഷി വകുപ്പുമായി തന്നെ ബന്ധപ്പെട്ട് കുട്ടനാടിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കായി നീക്കിവെച്ച കഴിഞ്ഞ പ്രാവശ്യം 19 കോടി ആയിരുന്നു. ഇപ്പോൾ അത് 36 കോടികളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വർധനവ് ചില മേഖലയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാടിനങ്ങ് തഴഞ്ഞു എന്ന് പറയുന്നത് ഒട്ടുമേ ശരിയല്ല. നെൽകർഷകരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് അടക്കം അവിടെ പെട്ടിയും പറയുമെല്ലാം മാറ്റി വെർട്ടിക്കൽ ആക്സിൽ ഫ്ലോ പമ്പുകളാക്കുക എന്നുള്ളതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദീർഘകാലമായി കർഷകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ പ്രശ്നമായിരുന്നു അത്. അതിന് മുൻകാലങ്ങളിൽ വെച്ചതിനേക്കാൾ കൂടുതൽ തുകയാണ് കൃഷി വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന ആ പദ്ധതിക്കും നീക്കിവച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ലയ്ക്ക് പൊതുവെയും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നല്ല പരിഗണന തന്നെ ബജറ്റിനകത്ത് ലഭ്യമായിട്ടുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ബജറ്റിന് പുറത്ത് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്ര സഹായങ്ങൾ ലഭ്യമാകുന്നതിനെക്കുറിച്ച് നോക്കുകയുണ്ടായി. 2024 മുതൽ ഏതാണ്ട് 2370 കോടിയോളം രൂപ കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്ന തരത്തിലേക്കെത്തും. അത് നമ്മുടെ കുട്ടനാട് അടക്കമുള്ള മേഖലയ്ക്കും അതിൻ്റെയും പ്രയോജനം ഉണ്ടാവാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏതെല്ലാം ഇനങ്ങളിൽ നിന്ന് പണം ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന അനുസരിച്ചിട്ടാണ് അത്തരം പ്രോജക്റ്റുകളുടെയൊക്കെ ഭാഗമായുള്ള പണം ലഭ്യമാവുന്നത്. 2370 കോടിയുടെ പണം വരുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മളെന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനാണ്. ഇന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധനം എന്നുള്ളതിനെ ഗൗരവതരമായി കാണുന്നുണ്ട്. കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കാലാവസ്ഥയുടെ ഈ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം അഭിമുഖീകരിക്കുന്നതും അതിജീവിക്കാൻ കഴിയുന്നതുമായ തരത്തിൽ കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഈ 2370 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാവാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി 100 കോടി രൂപ ഈ ബജറ്റിൽ തന്നെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വരും കാലങ്ങളിൽ വരുന്ന 5 വർഷക്കാലം കൊണ്ട് ഈ തുകയും വരുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖലയെ മറ്റെല്ലാ ഇടങ്ങളിലും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോഴും കേരളത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. രാജ്യത്ത് നമ്മൾ കണ്ടതാണ് ഒരു ബജറ്റിൻ്റെ കാര്യത്തിൽ ആയുധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അന്നത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് കേരളം അങ്ങനെയല്ല എന്ന് കാണുന്നുണ്ട്. ആയുധങ്ങളൊന്നും വേണ്ടാന്ന് പറയുകയല്ല, പക്ഷേ എന്നാൽ ആയുധങ്ങൾ കൊണ്ട് മാത്രം ഒരു ജനതയെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുകയില്ല. അന്നം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുണ്ടാക്കുന്ന കർഷകനെയും കർഷക തൊഴിലാളിയെയും പരിഗണിച്ചേ മതിയാവുകയുള്ളൂ. മറ്റൊരു കാര്യം, ഈ CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് മതിയായ വിഹിതം കൊടുത്തില്ല എന്നൊരു വിമർശനം വന്നായി എന്താണ്? ഇല്ല, അങ്ങനൊരു വിമർശനം എനിക്കറിയില്ല അങ്ങനെ ഒരു വിമർശനത്തെക്കുറിച്ച്. മന്ത്രി ഒരു കത്ത് അയച്ചതായിട്ട് അത് അദ്ദേഹത്തോടല്ലേ ചോദിക്കുന്നത്? ഇല്ല, എനിക്കറിയില്ല. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാം ഈ ഒരു അത്തരത്തിൽ അല്ല, അത് പിന്നെ ഓരോ തവണയും ബജറ്റൊക്കെ വരുന്ന അവസരത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അവരുടെ അഭിപ്രായം പറയാറുണ്ട്. ബജറ്റിന് മുമ്പ് പറയാറുണ്ട്, ബജറ്റിന് ശേഷവും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതിയാവും. അതിന് CPI മന്ത്രിമാർക്കൊരു അതൃപ്തി ഉണ്ട് എന്ന് പറയാൻ ശരിയാണ്? ഇല്ല, അങ്ങനെ അല്ലല്ലോ. വകുപ്പുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, ആ വകുപ്പ് മന്ത്രിമാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. ബജറ്റിന് മുമ്പ് ഡിസ്കഷൻ നടക്കാറുണ്ട്. ബജറ്റിന് മുമ്പ് നടക്കുന്ന ഡിസ്കഷൻ ചിലപ്പോൾ അതുപോലെയൊന്നും ആയിട്ടില്ലല്ലോ ബജറ്റിൽ വരുമ്പോൾ. ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെടാറുണ്ട്. ഇത് കഴിയുമ്പോൾ സബ്ജക്ട് കമ്മിറ്റികളിലേക്ക് പോകാറുണ്ട്. ഞങ്ങളും ബന്ധപ്പെട്ട MLA-മാരും എല്ലാം ഇരുന്നുണ്ട് ഈ ബജറ്റിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോരാ എന്ന് അവിടെയും പറയാറുണ്ട്. അപ്പോൾ കൃഷി വകുപ്പിന് വേണ്ടി തന്നെയും ബജറ്റിൽ കിട്ടിയിരിക്കുന്നതിനകത്ത് കൂടുതലായി പണം ലഭ്യമാവണമെന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ പറയാറുണ്ട്. ആ സബ്ജക്ട് കമ്മിറ്റികൾ ഓരോ സബ്ജക്ട് കമ്മിറ്റികളും ആ സബ്ജക്ട് കമ്മിറ്റികളെ ബന്ധപ്പെട്ടവരെ ഞാൻ തന്നെ ഒരു സബ്ജക്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇപ്പോൾ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഫിഷറീസ് അതെല്ലാം അവിടെ വരുന്നത്. അപ്പോൾ ആ വകുപ്പിൻ്റെ മന്ത്രിമാരെല്ലാവരും ഞങ്ങൾക്ക് ഇന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ കൂടുതൽ പണം അനിവാര്യമാണെന്ന് പറയാറുണ്ട്. അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. പണം കൂടുതലായി ഉണ്ടാവണമെന്നും കൂടുതൽ ലഭിക്കണമെന്നും ഒക്കെ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ അത് കത്തായി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല കത്തിനെക്കുറിച്ച്. നിങ്ങൾ പറയുന്ന കത്തൊന്നും എനിക്കറിയില്ല. കൃഷി വകുപ്പിന് ആവശ്യമായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം പൂർണ്ണമായി നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, നമ്മളതിനാണ് മറ്റ് പണം ലഭ്യമാകുമോ എന്ന് നോക്കി 5 കൊല്ലം കൊണ്ട് 2370 കോടി രൂപ വരാണ് കേരളത്തിൽ. അത് ശരിയല്ല. ബജറ്റിന് പുറത്തേക്ക് നമ്മൾ പണം കണ്ടെത്തേണ്ടതായിട്ട് വരും.